ശബരിമലയിൽ എല്ലാ സാമ്പത്തിക നടപടിക്രമങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് മണ്ഡല മകരവിളക്ക് കാലത്ത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫെസ്റ്റിവൽ കൺട്രോൾ റൂം തുടങ്ങാനും ആലോചന. നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ AI ക്യാമറ സ്ഥാപിക്കാനും തീരുമാനം. വിവരങ്ങളുമായി ജ്യോതിഷ് കുമാർ ചേരുകയാണ്. ജ്യോതിഷ്, ഈ യോഗം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ പരമ്പരാഗത നടപടികളിൽ ചില മാറ്റങ്ങൾ വരുമെന്നൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇന്ന് ഈ ബോർഡ് ആസ്ഥാനത്ത് യോഗം ചേർന്നു. എന്തെല്ലാം കാര്യങ്ങളിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത്? നീലിമ, പ്രധാനമായിട്ടുമുള്ളത് ശബരിമലയിലെ എല്ലാ മേഖലകളിലും, അതായത് ഡിജിറ്റലായി ക്യാഷ് ആയിട്ട് ഒരു കാര്യങ്ങളും ഇല്ല, എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 99% ഡിജിറ്റൽ പേയ്മെൻ്റ് ആയിരിക്കും ശബരിമലയിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ 690 മുറികളാണ് ദേവസ്വത്തിൻ്റെ കൈവശമുള്ളത്. അതിൽ 550 മുറികളും തീർത്ഥാടകർക്കായി ലഭ്യമാക്കും. അത് ഓൺലൈനായിട്ടായിരിക്കും അതിൻ്റെ ബുക്കിംഗ് ഉണ്ടാവുക. ഡെപ്പോസിറ്റ് തുകയൊന്നും സ്വീകരിക്കുന്നില്ല. ഒരു സർവീസ് ചാർജ് എന്നോണം 50 രൂപ ഈടാക്കുമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിനു മുമ്പ് ഹൗസ് കീപ്പിംഗ് റൂമുകൾക്ക് ഹൗസ് കീപ്പിംഗ് ഇല്ലായിരുന്നു. എന്നാൽ ഈ തവണ മുതൽ അതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ നവംബർ മണ്ഡലകാലമായ നവംബർ മുതൽ ജനുവരി 31 വരെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ഫെസ്റ്റിവൽ കൺട്രോൾ റൂം ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്, നന്തൻകോടുള്ള ആസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് കൺട്രോൾ ചെയ്യുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നമാണെങ്കിലും അവിടുത്തെ ഒരു കൺട്രോളിലായിരിക്കും ഉണ്ടാകുക. മാത്രവുമല്ല, ഈ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ AIയുടെ ക്യാമറയുടെ സഹായത്തോടുകൂടിയുള്ള നിരീക്ഷണം ഉണ്ടായിരിക്കും. കൂടാതെ വ്യക്തമായ എന്താണ് അവിടെ നടക്കുന്നത്, തിരക്ക് കുറയ്ക്കുക എന്നാണ് പ്രധാനമായിട്ടും AI സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 450 AI ക്യാമറകളാണ് സ്ഥാപിക്കുക. അതുമാത്രമല്ല, വിശ്രമിക്കാൻ ഭക്തർക്ക് കുറ്റമറ്റ ഇടത്താവളങ്ങൾ സ്ഥാപിക്കുമെന്ന് ഇപ്പോൾ ദേവസ്വം പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ 3 എഞ്ചിനീയറിംഗ് അടങ്ങുന്ന ഒരു ടീമിനെ തന്നെ ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ശബരിമലയിലെ ബിൽഡിങ്ങിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനും അതുപോലെ ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ പരിശോധിക്കാനുമാണ് ഈ 3 അംഗ എഞ്ചിനീയറിംഗ് ടീമിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് തടയുന്നതിൻ്റെ ഭാഗമായി ഒരു ബോധവൽക്കരണം ഉണ്ടാകും. കൂടാതെ ഈ തിരക്കുകൾ, ഈ വെർച്വൽ ക്യൂ ഉണ്ടെങ്കിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തവർക്ക് മാത്രമായിരിക്കും ശബരിമല സന്നിധാനത്ത് എത്താൻ സാധിക്കുക. അതിനുവേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടി ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമല ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് പറയുന്നത്. കാരണം കേരളത്തേക്കാളുപരി മറ്റ് സംസ്ഥാനങ്ങളിലാണ് കൂടുതലും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാതെ ആളുകൾ എത്തുന്നത്. ഇതുവരെ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാത്തവർക്ക് ശബരിമലയിൽ പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ സന്നിധാനത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തിരക്ക് കൂടുന്ന ഒരു സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇനിയിപ്പോൾ വെർച്വൽ ക്യൂ ഉള്ളവർക്ക് മാത്രമായിരിക്കും സന്നിധാനത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇതുവരെ സന്നിധാനത്ത് തീർത്ഥാടകരായ 54 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഇൻഷുറൻസ് തുക എന്നോണം ഓരോരുത്തർക്കും 1 ലക്ഷം രൂപ വീതം ദേവസ്വം ബോർഡ് നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വെർച്വൽ ടിക്കറ്റിനൊപ്പം വാങ്ങുന്ന 5 രൂപ ഫണ്ടിൽ നിന്നായിരിക്കും ഇതിൻ്റെ തുക കണക്കാക്കുക. ഈ ഫണ്ടിൽ നിന്നായിരിക്കും ഈ 1 ലക്ഷം രൂപ ഈ 54 പേർക്ക് നൽകുക എന്നാണ് പറയുന്നത്. ഈ സീസൺ മുതൽ തന്നെ ഇത് നടപ്പാക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. കർക്കിടക മാസം കഴിഞ്ഞാൽ ഉടൻ ശബരിമല പരിസരം ശുചീകരിക്കാനുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, വ്യക്തിഗത സ്പോൺസർഷിപ്പ് ഈ തവണ മുതൽ ഉണ്ടാകില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഫണ്ട് CSR ഫണ്ട് വഴിയായിരിക്കും അതിനുള്ള പണം കണ്ടെത്തുക. മാത്രമല്ല, ബോർഡുമായി ബന്ധപ്പെട്ട ചില വാർത്തകളിൽ ബോർഡിന് ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഇതുവരെ നടന്നിരുന്ന ശബരിമലയിലെ പ്രശ്നങ്ങളെല്ലാം ഇനി ആവർത്തിക്കാതെ വ്യക്തമായ കുറ്റമറ്റതാക്കിയുള്ള ഒരു
പ്രവർത്തനമായിരിക്കും ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുക എന്നും പറഞ്ഞിട്ട് മാത്രമല്ല ഈ ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനത്തിന് വേണ്ടി വരും ദിവസങ്ങളിൽ വിവിധ വകുപ്പുകളുടെ ഒരു യോഗം ദേവസ്വം ബോർഡ് വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ആഭ്യന്തരം അതുപോലെ തന്നെ ഗതാഗതം വനം വകുപ്പിൻ്റെ എല്ലാം തുടർന്ന് വിവിധ ശരി വകുപ്പുകളുടെ ജ്യോതിഷ്, ശബരിമലയിൽ എല്ലാ സാമ്പത്തിക നടപടിക്രമങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്.